Welcome to Multi-Traits. ഇത് പാർട്ട് 4 ഓഫ് ഇൻഡെക്സ് ലോസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ തേർഡ് ഇൻഡെക്സ് ലോ അല്ലെങ്കിൽ ദ പവർ ഓഫ് സീറോ. The third index law states that a to the power of 0 equals 1. Any number with the power of 0 is 1. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. മെത്തേഡ് 1 ആൻഡ് മെത്തേഡ് 2. ആദ്യത്തെ മെത്തേഡിൽ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ്. അപ്പം ഞാനത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 അതാണ് 2 ക്യൂബ്. ബേസ് 3 വട്ടം എഴുതുക, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് അവേ ക്യാൻസൽ ചെയ്യാൻ വേണമെങ്കിൽ അപ്പം ആൻസർ വിൽ ബി 1. അല്ലെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈസ് 8. 8 ഡിവൈഡഡ് ബൈ 8 ഈസ് ഓൾസോ 1. അപ്പോൾ അതിൻ്റെ ആൻസർ 1 എന്ന് കിട്ടി. മെത്തേഡ് 2 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു തന്നെ ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാനായിട്ട്. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എന്നെ കിട്ടുന്നത് 3 - 3 is 0. 2 to the power of 0 എന്ന് വരുന്നുണ്ട്. As the two results should be the same. ഈ രണ്ട് മെത്തേഡിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കുക, രണ്ട് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. Even though the questions are the same, the results are different. As the two results should be the same, 2 to the power of 0 must be equal to 1. അതാണ് നമ്മുടെ ലോജിക്ക്. 2 to the power of 0 എന്ന് പറയുന്നത് 1ഉമായിട്ട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്കിനി കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. Any number with a power of 0 is 1. ഇവിടുത്തെ ആൻസർ നോക്കിയാൽ 20 e cube b0. b0 എന്ന് പറയുന്നത് ഈസ് 1. അപ്പോൾ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. 20 into e cube b to the power of 0 is 1. So what's the answer? 20 e cube into 1 is 20 e cube. അടുത്ത ചോദ്യം 20 into 3, the whole thing raised to the power of 0. whole ബ്രാക്കറ്റിലുള്ള നമ്പറിനെ റേസ് ടു ദ പവർ ഓഫ് 0 വരുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്നാ? ആ 0 എന്ന് പറയുന്നത് 20 ഇൻറ്റു 3 0. ഈ 0 ഈച്ച് വണ്ണായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നാ വരുന്നത്? 20 ടു ദ പവർ ഓഫ് 0 ഇൻറ്റു 3 ടു ദ പവർ ഓഫ് 0 എന്ന് പറയും. 20 ടു ദ പവർ ഓഫ് 0 ഈസ് 1. 1 ഇൻറ്റു 1 ഈസ് 1. 1 സ്ക്വയർ അല്ല കേട്ടോ. 1 ഇൻറ്റു 1 ഈസ് 1. സെയിം ഹിയർ 2abc സ്ക്വയർ 0. അത് വേണം നമുക്ക് റീറൈറ്റ് ചെയ്യാം. 2 ടു ദ പവർ ഓഫ് 0 ബിക്കോസ് ഹോൾ ബ്രാക്കറ്റ് ഉള്ളതിനെ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. a ടു ദ പവർ ഓഫ് 0, b ടു ദ പവർ ഓഫ് 0, c സ്ക്വയർ ടു ദ പവർ ഓഫ് 0 ഈസ് ഓൾസോ ഈക്വൽ ടു 1. അടുത്തത് a ടു ദ പവർ ഓഫ് 12 ഡിവൈഡഡ് ബൈ a ടു ദ പവർ ഓഫ് 12. നമ്മൾ തന്നെ പഠിച്ചത് എനി നമ്പർ ദ സെയിം ബേസ് ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം അല്ലേ, സബ്ട്രാക്ട് ചെയ്യാം. 12 - 12 ഈസ് a ടു ദ പവർ ഓഫ് 0. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. അടുത്ത ചോദ്യം 24 ഡിവൈഡഡ് ബൈ 16, a ടു ദ പവർ ഓഫ് 9. ഇവിടെ a ടു ദ പവർ ഓഫ് 9 ഈ 10ഉം ഈ 6ഉം. ആദ്യം നമുക്ക് നമ്പറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 24നെയും 16നെയും സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ 4 കോമൺ ഫാക്ടറായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു 6 ഈസ് 24. പിന്നെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ഏത് നമ്പർ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 ഈസ് 4, 2 ഇൻറ്റു 3 ഈസ് 6. അപ്പോൾ നമുക്ക് 3/2 എന്ന് വന്നു. a9 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതേണ്ടി? a9 - 9 e 10 - 6. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 3/2 a ടു ദ പവർ ഓഫ് 0 എന്ന് പറയുന്നത് എന്നാ? 1 e ടു ദ പവർ ഓഫ് 4. ഇത്ര സ്റ്റെപ്പൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. സോ 3/2 a ടു ദ പവർ ഓഫ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് അതിന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. e ടു ദ പവർ ഓഫ് 4. ദാറ്റ്സ് യുവർ ആൻസർ. അടുത്ത ചോദ്യം 2h4 ടൈംസ് 5k സ്ക്വയർ ഡിവൈഡഡ് ബൈ 20h സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ. ആദ്യം നമുക്ക് നമ്പേഴ്സ് തമ്മിലൊന്ന് ചെയ്യാം. സോ 2 ഇൻറ്റു 5 20 എന്നാണ് നമ്പർ കിട്ടിയിരിക്കുന്നത്. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 10/20 എന്ന് പറയുന്നത് എത്ര? 10/20.
10 എത്ര വട്ടം 20 പോവും? 2 വട്ടം. സോ ആൻസർ ഈസ് 1/2. ഇനിയും h4 h2. 4 മൈനസ് 2 എത്രയാണ്? h to the power of 2. k സ്ക്വയറും വരുമ്പം ആൻസർ ഈസ് k2 മൈനസ് k2 വരുമ്പോൾ 0 ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ 0 ആണെന്ന് കിട്ടി. നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടത്? 1 into h square is h square divided by 2. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. 8u9 into v square by 2 into 4 u4. അപ്പോൾ 3 u ഉണ്ട്, ഒരു v ഉണ്ട്. അപ്പോൾ ആദ്യം നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ചെയ്യാം. 8 ഉണ്ട് മുകളിൽ, 2 into 4 8 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്പേഴ്സിനെ മാത്രം എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങ് ചെയ്യാൻ പറ്റും. 8 ഉണ്ട് മുകളിൽ, 2 into 4 8 ഉണ്ട്. സോ ആൻസർ ഷുഡ് ബി 1. So the whole thing is 1. 1 by 1 is 1. Then comes u9 minus 5. What is u9 minus 5? Is u4. പിന്നെ ഒരു 4 കൂടെ ഇവിടെ ഉണ്ട്. ആ -4 മുകളിലോട്ട് വരുന്ന കഴിയുമ്പോൾ എന്നാ പറ്റുന്നത്? That becomes a u0. So what's your answer? Final answer is v square. കാരണം അത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അത് ബാക്കിയുള്ളതെല്ലാം ക്യാൻസലായിപ്പോയി. ഈ തേർഡ് ഇൻഡെക്സ് ലോ എന്ന് പറയുന്നത് a to the power of 0 is equal to 1. അതങ്ങ് ഓർത്താൽ മതി. Any base with a power of 0 is always 1. Thank you for watching. Please comment below if you don't understand something, or please encourage us by giving a feedback. Thank you and bye-bye.